എല്ലാവർക്കും നമസ്കാരം. ഭാരതത്തെ യുണൈറ്റഡ് നേഷൻസിൻ്റെ മാർഗനിർദ്ദേശമനുസരിച്ചുള്ള ഒരു ശിശു സൗഹൃദ രാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് നമ്മൾ 2000 ആദ്യമായിട്ട് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് കൊണ്ടുവരുന്നതും നടപ്പിലാക്കി തുടങ്ങിയത്. അപ്പോൾ ഒരു നിയമം നടപ്പിലാക്കി തുടങ്ങുമ്പോഴാണ് അതിനകത്തെ പ്രായോഗിക പ്രശ്നങ്ങൾ പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതിനനുസരിച്ച് പലപ്പോഴും കാലികമായ ചില ഭേദഗതികൾ നമ്മൾ വരുത്താറുണ്ട്. അത് പിന്നീട് പലപ്പോഴും ഭേദഗതികളൊക്കെ വരുത്തിയതിന് ശേഷവും പോരാ എന്ന് തോന്നിയതുകൊണ്ടാവണം 2015 അവസാനം ഈ നിയമത്തെ സമഗ്രമായി മാറ്റി എഴുതി പുതിയൊരു നിയമം ഉണ്ടാക്കുന്നത്. 2015 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2016 ജനുവരി തൊട്ട് നടപ്പിലാക്കി തുടങ്ങുന്നത്. ഈ നിയമത്തിൽ യഥാർത്ഥത്തിൽ ഈ നിയമത്തിൽ 18 വയസ്സ് വരെയെല്ലാം ഉള്ളവരെയെല്ലാം കുട്ടികളെന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും 2 തരം കുട്ടികളെയാണ് ഇതിനകത്ത് ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 തരം കുട്ടികൾക്ക് വേണ്ടിയാണ് ഇത് ബാധകമാക്കിയിട്ടുള്ളത്. ഒന്ന്, ശ്രദ്ധയും പരിചരണവും ആവശ്യമായി വരുന്ന കുട്ടികൾ. മറ്റൊന്ന്, നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികൾ. ശ്രദ്ധയും പരിചരണവുമായി ആവശ്യപ്പെടുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ഒരു 12 വിഭാഗങ്ങളിലായിട്ട് ആ കുട്ടികളെ വിവരിച്ചിട്ടുണ്ട്. നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സാങ്കേതികമായി പറഞ്ഞാൽ ചില കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു പോകുന്ന കുട്ടികൾ എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് രണ്ടിനും ഈ കുട്ടികളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് 2 നിയമ സംവിധാനങ്ങളെയും ചുമതലപ്പെടുത്തി. 2 നിയമ സംവിധാനങ്ങളെയും അവരെ സഹായിക്കുന്നതിന് വേണ്ടി പോലീസോ മറ്റു കാര്യങ്ങളോ ഒക്കെ. അപ്പോൾ ഒന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ്, അത് ശ്രദ്ധയും പരിചരണവും ആവശ്യമായി വരുന്ന കുട്ടികൾ. മറ്റൊന്ന് ജുവനൈൽ ജസ്റ്റിസ് ബോർഡാണ്, നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികൾ. അപ്പോൾ ഇവരൊക്കെ ഈ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഈ നിയമം നടപ്പിലാക്കുമ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ ഈ നിയമത്തിലെ 2ാമത്തെ അധ്യായമാണ്. ഈ നിയമത്തിന്റെ 2ാമത്തെ അധ്യായത്തിലെ 16 കണ്ണികൾ പൂർണ്ണമായി മനസ്സിലാക്കുകയും സ്വാംശീകരിക്കുകയും ചെയ്തിട്ട് ഈ നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ മാത്രമേ ഈ നിയമത്തിന്റെ ആത്മാവ് കണ്ടെത്തി നടപ്പിലാക്കി എന്ന് പറയുകയും ഈ ശിശു സൗഹൃദ രാഷ്ട്രമെന്ന നിയമ നിർമ്മാതാക്കളുടെ സങ്കല്പം നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുകയും ചെയ്യുള്ളൂ. അപ്പോൾ എന്താണ് ഈ 2ാമത്തെ അധ്യായത്തിലെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് മാത്രം ഞാനിവിടെ വിവരിക്കുകയാണ്. ഒന്ന്, ദ പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് എന്നുള്ളതാണ്. ഈ കുട്ടി ഇതിനകത്ത് ഉൾപ്പെട്ട് വരുന്ന ഒരു കുട്ടി, അത് ഏത് രീതിയിൽ വന്നാലും, കുട്ടി നേരിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും ഹാജരാക്കുകയോ ചെയ്യുമ്പോഴും ഈ കുട്ടി നമ്മുടെ മുന്നിലെത്തുമ്പോൾ അധികാര കേന്ദ്രങ്ങൾ ഈ കുട്ടിയെ ഒരു നിരപരാധിയെ എന്ന രീതിയിൽ, നിരപരാധിയെന്ന് അനുമാനിച്ചുകൊണ്ട് വേണം കുട്ടിയുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ. അല്ലാതെ സാധാരണഗതിയിലെ ഒരു കുറ്റവാളിയെ കൈകാര്യം ചെയ്തതുപോലെ ആ കുട്ടിയുടെ പ്രൈവസിയൊക്കെ കളഞ്ഞ് കുളിച്ച് അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ആ കുട്ടിയുടെ മാന്യത നിലനിർത്തിക്കൊണ്ട്, ആ കുട്ടിയുടെ ഡിഗ്നിറ്റി ആൻഡ് വെർത്ത് ആ കുട്ടിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ കുട്ടിയെ നമുക്കൊരു മാന്യമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ, ആ കുട്ടിയുടെ പ്രശ്നം കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയണം. അല്ലാതെ ആ കുട്ടിയെ നമ്മൾ സാധാരണഗതിയിൽ ഒരു കുറ്റവാളിയെ കൊണ്ടുവരുന്നത് പോലെ കുട്ടിയെ നമ്മുടെ കോടതിയിലോ മറ്റുള്ളയിടങ്ങളിലോ ഹാജരാക്കുന്നത് പോലെയല്ല ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ മുമ്പിലോ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുമ്പിലോ കുട്ടി പരിഗണിക്കപ്പെടേണ്ടത് എന്നാണ് ഇതിന്റെ ആദ്യത്തെ തത്വം തന്നെ. പിന്നെ അതിന്റെ ഡിഗ്നിറ്റി, വേർത്ത്, അതുപോലെ പ്രിൻസിപ്പിൾ ഓഫ് പാർട്ടിസിപ്പേഷൻ, ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നീട് പറയുന്നത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ് ആയിരിക്കണം എന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസിലൊന്നും അതാണ്. ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ്. എന്താണ് ബെസ്റ്റ് ഇൻട്രസ്റ്റ്? കുട്ടി ഇപ്പൊ പറയുന്നത് ആയിരിക്കില്ല കുട്ടിയുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റ്. നമ്മൾ വിവേചനപൂർവ്വം ചിന്തിച്ചിട്ട് ഈ കുട്ടിക്ക് എന്തായിരിക്കുമോ പറ്റുന്നത് എന്ന് വളരെ യുക്തിഭദ്രമായിട്ട് കുട്ടിയുടെ നന്മ കാക്ഷിച്ചുകൊണ്ട് എടുക്കുന്ന തീരുമാനത്തെയാണ് ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ് എന്ന് പറയുന്നത്. പിന്നെ കുട്ടിയെ കുടുംബത്തിലേക്ക് നമ്മൾ എങ്ങനെയാണ് പുനരധിവസിപ്പിക്കേണ്ടത്? കുട്ടിക്ക് എപ്പോഴും ഒരു കുടുംബം ഉണ്ടാകണം എന്നുള്ളത് ഈ ആക്ട് പറയുന്നു. കാരണം ഈ ആക്ടിൽ തന്നെ പറയുന്നുണ്ട് ഒരിടത്ത്, ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് കുട്ടിയെ ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങളിലേക്ക് അയക്കുകയല്ല വേണ്ടത്. ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഇസ് ദ ലാസ്റ്റ് റിസോർട്ട്. ഏതെങ്കിലും സ്ഥാപനത്തിൽ അയക്കുക എന്നുള്ളത് മറ്റൊരു വഴിയുമില്ലെങ്കിൽ മാത്രമേ ചെയ്യാവൂ. അല്ലാതെ ഒരു കുട്ടിയെയും ഒരു സ്ഥാപനത്തിനകത്ത് അധിവസിപ്പിക്കരുത്. ഏതെങ്കിലും ഒരു കുടുംബത്തോടൊപ്പം താമസിപ്പിക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടി എന്തെല്ലാം പോസിറ്റീവ് മെഷേഴ്സ് നമുക്ക് എടുക്കാമോ അതെല്ലാം എടുക്കണം. പിന്നെ ഈ കുട്ടിയുടെ കുറ്റകൃത്യങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു കുറ്റകൃത്യങ്ങൾ മറ്റോ ആളുകളോടൊക്കെ ചേർന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയെ വേറിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് ഈ കുട്ടിയുടെ പ്രശ്നം നമ്മൾ മറ്റൊരു രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം. അത് ഡൈവേർട്ട് ചെയ്തെടുക്കണം. അതുമാത്രമല്ല, കുട്ടിക്ക് സ്വാഭാവിക നീതി പൂർണ്ണമായി നൽകിക്കൊണ്ട് ആ കുട്ടിക്ക് ഈ നിയമത്തിൽ ഒരു വലിയ കാര്യം പറഞ്ഞിട്ടുണ്ട്. കുട്ടിക്ക് ഒരു ഫ്രഷ് സ്റ്റാർട്ടിനുള്ള സമയം കൊടുക്കണം. കാരണം കുട്ടി ഇന്നലെ വരെ എന്ത് എന്നുള്ളത് നമ്മുടെ വിഷയമേ അല്ല. ഇന്നലെ വരെ പലതുമായിരിക്കും. പക്ഷേ ഇനി നാളെ ഈ കുട്ടി സമൂഹത്തിൽ ഒരു ഉത്തമ പൗരനാക്കി മാറ്റുന്ന പ്രക്രിയയിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനും
പോലീസുകാർക്കും മറ്റ് ബന്ധപ്പെട്ട സകല ആളുകൾക്കും വലിയ ചുമതലയാണ് ഈ നിയമത്തിലെ ചാപ്റ്റർ 2 അധ്യായം 2 നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ളത്. ഇത് സ്വാംശീകരിച്ചുകൊണ്ട് നടപ്പിലാക്കിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് വിവക്ഷിക്കുന്ന അല്ലെങ്കിൽ നിയമനിർമ്മാതാക്കൾ വിവക്ഷിക്കുന്ന ഒരു ശിശു സൗഹൃദ രാഷ്ട്രം നമുക്ക് നടപ്പിലാക്കിയെടുക്കാൻ കഴിയൂ എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. അതിന് കഴിയട്ടെ ഇതിന് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ നാം മനസ്സിലാക്കേണ്ട വിഷയം.